അപ്പം സമസ്തക്കെതിരെ സമസ്തയുടെ ലൈൻ തെറ്റി ആരെങ്കിലും പോയാൽ സമസ്ത അവിടെ ഇടപെടും. അതാണ് വാഫി പ്രശ്നത്തിന് പറ്റിയത്. അല്ല, വാഫികളോട് നമുക്ക് എതിർപ്പില്ല. വാഫി പ്രസ്ഥാനം നടത്തുന്നതിൻ്റെ ഒരു CIC കമ്മിറ്റിക്കാരോട് നമുക്ക് യാതൊരു എതിർപ്പില്ല. നമ്മുടെ മക്കൾ വാഫി കോളേജില്ലേ ഇപ്പോൾ ചേർത്ത് പഠിപ്പിച്ചിരുന്നത്? നമ്മുടെ മക്കൾ അത് വാഫികളായിട്ടില്ലേ, വഫിയകളായിട്ടില്ലേ? എവിടെയാണ് സമസ്തക്ക് പ്രശ്നം? സമസ്തക്ക് ഈ ആദർശ പ്രചരണത്തിന് വേണ്ടി കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ട നിരവധി ശരിയാ കോളേജുകളുണ്ട്, നിരവധി അനാഥശാലകളുണ്ട്, നിരവധി മർക്കസുകളുണ്ട്, നിരവധി അനവധി സ്ഥാപനങ്ങളുണ്ട്, ദർസുകളുണ്ട്. ആ സ്ഥാപനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോയാൽ ഈ മക്കൾ നല്ല പ്രൊഡക്റ്റുകളായി പുറത്തിറങ്ങും. ഈ ഇരിക്കുന്ന ഈ മുത്തഅല്ലിമീങ്ങൾ, ഈ പണ്ഡിത സുഹൃത്തുക്കൾ, നമുക്ക് ഈ ആദർശബോധം എവിടുന്ന് കിട്ടി? നമ്മൾ പഠിച്ച ദിവസം നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ച കോളേജിൽ നിന്ന്, കാരണം ഉസ്താദ്മാർ റെഡി, മക്കൾ റെഡിയാകും. അവർ വഴിതെറ്റിപ്പോയാലോ? മക്കൾ വഴിതെറ്റിപ്പോകും. ഒരു സിമ്പിൾ വിഷയമാണ്, ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ നമ്മുടെ മോദി ഗവൺമെൻറ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 നിർണ്ണയിക്കാൻ പോവുകയാണ് എന്ന ഒരു തീരുമാനവും വാർത്തയും വന്നു. ഇപ്പം തീരുമാനിക്കാൻ പോകുന്നുവെന്ന് വാർത്ത. 21 വയസ്സാകാതെ ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന വലിയ അപകടമാണ്. നമുക്ക് എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികളെ നേരത്തെ കല്യാണം അയക്കേണ്ടി വരും. 24 പറ്റൂ എന്ന വലിയ ഗൗരവം തോന്നി. അപ്പോൾ ഒരുപാട് നിക്കാഹുകൾ നടന്നു. എല്ലാ പള്ളിയിലും ളുഹറിന് നിക്കാഹ്, അസറിന് നിക്കാഹ്, രാത്രി നിക്കാഹ്. കാലിമാലിക്ക് തിരക്കായിരുന്നു. കാരണം അന്ന് നിൽക്കാൻ 21 ആകും, അപ്പോഴേക്ക് തീരുമാനമാക്കണം എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് വാഫികളുടെ കോളേജുണ്ട്, വഫിയ കോളേജ്. ആ പെൺകുട്ടികളുടെ കോളേജിൽ അവർ നിയമം ഉണ്ടാക്കിയിരുന്നു, ഡിഗ്രി കഴിഞ്ഞ് പുറത്ത് പോകുന്നവരെ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ 21 വയസ്സാകുന്നവരെ കല്യാണം കഴിക്കാൻ പാടില്ല, ഏകദേശം ആ റേഞ്ച് വരെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ചില ഉത്കണ്ഠയുള്ള രക്ഷിതാക്കൾ എന്ത് ചെയ്തു? ആ നിയമത്തിനെതിരായിട്ട് നിക്കാഹ് നടത്തിയിടുന്നാൽ എൻ്റെ മോളെ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇനി ഒരു കൊല്ലം കാത്തിരിക്കുമ്പോഴേക്ക് എനിക്ക് ഹാർട്ടിൻ്റെ രോഗമാണ്, ചിലപ്പോൾ ഞാൻ മരിച്ചു പോയപ്പോൾ കല്യാണമൊക്കെ ഒത്തു വന്നിക്കണ്, ഇനി 21 കാത്തിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഗവൺമെൻറ് നിയമം എന്നാ പ്രശ്നം, ഇപ്പോൾ ഒത്തു വന്ന് നിക്കാഹ് നടത്തിയിട്ടെ എന്ന് വിചാരിച്ച് ഒരു 3-4 കേസ് നിക്കാഹ് നടത്തിയ കേസുണ്ടായി. അപ്പോൾ ഇവർ നിയമമനുസരിച്ച് സ്ട്രിക്റ്റാക്കി ഈ കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കി. അതൊരു കടന്ന കൈയാണല്ലോ. രാജ്യത്തെ ഗവൺമെൻറ് ഒരു പുതിയ നിയമം രൂപീകരിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഉത്കണ്ഠയുള്ള രക്ഷിതാക്കൾ ചില കുട്ടികളുടെ നിക്കാഹ്, അവസാനത്തെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ നിക്കാഹ് നടത്തി കൊടുത്തു എന്ന് പറയുമ്പോൾ, അതും പ്രത്യേക സാഹചര്യത്തിൽ അവരെ പഠനം കട്ട് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ആകേണ്ട കുട്ടി ഇടക്കാലത്ത് വെച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക, പിന്നീട് പഠിക്കാൻ പറ്റൂല. ഒരു വിട്ടുവീഴ്ചയില്ല. പല കരഞ്ഞ് പറഞ്ഞു നോക്കി കുട്ടികളും രക്ഷിതാക്കളും ഒരു നിലക്കും സ്വീകരിക്കൂല. സമസ്ത മുഷാവറക്ക് പരാതി വന്നു. മുഷാവറ ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരെ, സാധുക്കളായ ആൾക്കാരല്ലേ, അവരിതിങ്ങനെ വായിച്ചു പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് പാവാനുള്ള കേസ്, കുട്ടികളെ പഠനം മുടങ്ങരുത്, നിക്കാഹ് ഇസ്ലാം സുന്നത്താക്കിയ കാര്യമല്ലേ. അപ്പോൾ ഇതിൻ്റെ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു, ഈ കുട്ടികൾക്ക് തുടർ പഠനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കണം, വേറൊന്നും വേണ്ട, കുട്ടികളെ കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കിക്കോട്ടെ. അത് ചെയ്യാൻ പറ്റൂല എന്ന് തിരിച്ച് കത്ത്. ഇങ്ങനെ 1, 2, 3, 4, 5 അല്ല 6 കത്ത് 1-2 വർഷം കൊണ്ട് സമസ്തക്ക് കൊടുക്കേണ്ടത്. അതിനൊക്കെ ഓരോ മറുപടി തിരിച്ചും കൊടുക്കും. പിന്നെ കട്ടിക്കൂട്ടി വരെ മറുപടി. സമസ്തയും ഞങ്ങൾക്ക് സംഘടന ബന്ധമല്ല, ഞങ്ങളിങ്ങനെ സംഘടന തീരുമാനമായി പറയേണ്ട ആദർശ ബന്ധമുള്ളൂ, നിങ്ങൾ ആദർശം ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ അംഗീകരിക്കില്ല, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ ചർച്ച രൂക്ഷമായി പോയപ്പോൾ എന്നും ഈ ചർച്ച ഹക്കീം വൈസ് തിരിച്ചൊരു കത്ത് കൊടുക്കും എതിർത്തിട്ട്. തങ്ങൾ പറഞ്ഞു, ആ കാര്യം ഞാൻ ഹക്കീം വൈസിനോട് പറഞ്ഞോളാം, ഞാനത് തീരുമാനമാക്കി തരാം. തങ്ങൾ അവസാനത്തെ മുഷാവറ, തങ്ങൾ പകരത്തെ അവസാനത്തെ മുഷാവറയാണ് എന്ന് എൻ്റെ ധാരണ ഉസ്താദുമാർ പറഞ്ഞത്. ലാസ്റ്റ് മുഷാവറ തങ്ങൾക്ക് സുഖമില്ലാതായി തങ്ങൾ വരാൻ പറ്റിയിട്ടില്ല. തങ്ങൾ ഹക്കീം വൈസിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ വിവാഹപ്രായ വിഷയത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി, അത് തീരുമാനം ചെയ്ത കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നടത്തിക്കോട്ടെ, സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്താദുമാരെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. എന്നിട്ടും ഇദ്ദേഹം സമ്മതിച്ചില്ല. എന്നാലും സമസ്ത എന്ത് ചെയ്തു? വളരെ ക്ഷമയോട് ചർച്ചയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. അവസാനം ഗത്യന്തരല്ല സമസ്തകളെ പരസ്യമായി എതിർക്കാൻ തുടങ്ങി. ഇയാൾ മാത്രമല്ല, ഇയാൾക്ക് ഏൽപ്പിക്കപ്പെട്ട കുറച്ച് സൈന്യങ്ങളുണ്ട്, അത് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഇവരുടെ സ്ഥാപനങ്ങൾ അധ്യാപകന്മാരുണ്ട്. രൂക്ഷമായി സമസ്തയെ എതിർത്തുകൊണ്ട്, സമസ്തയുടെ പണ്ഡിതന്മാരെ എഴുത്തി കാണിച്ചുകൊണ്ട്, ഒരു ഫേക്ക് ഐഡിയിൽ ഉമർഗോ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി തെറി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവസാനം ഗത്യന്തരല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇദ്ദേഹത്തിന് തീരുമാനമെടുക്കേണ്ടി വന്നു.
അങ്ങനെ അദ്ദേഹത്തെ സമസ്ത എന്ത് ചെയ്തു? സമസ്തൻ്റെ സ്ഥാനങ്ങൾ തൽക്കാലം നീക്കി. നേരാകണം, നേരാകട്ടെ. അപ്പോൾ രൂക്ഷമായ കടന്നാക്രമണ. സമസ്തക്ക് ഞങ്ങൾ CIC ഒരു റേറ്റും ഇല്ല, ഒരവകാശമില്ല. സമസ്ത എന്തിനാ ഇങ്ങനത്തെ കാര്യം നോക്കുന്നത്? വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നത്. സമസ്ത പണ്ഡിതന്മാർ സംഘടനകൾ ഫത്വ കൊടുത്താൽ പറയാം, മഹലിൽ നിന്ന് ആൾക്കാർ സംശയം ചോദിച്ചു വരും, അതിൻ്റെ മറുപടി പറഞ്ഞെടുത്താൽ മതി, നിങ്ങൾ ഇമാതിരി കാലത്തിന് ഇടപെടാറുണ്ട്. സമസ്തയെ വളരെ കൊച്ചാക്കിക്കൊണ്ട് ആൾ വീണ്ടും മുന്നോട്ട് പോയി. എന്നാലും സമസ്തൻ്റെ ആനിമ്യങ്ങൾ നമ്മളെ കുട്ടികളും നമ്മളെ സ്ഥാപനമൊക്കെ അല്ലേ, അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് തീർക്കാൻ പറ്റുമോ നോക്കി മധ്യസ്ഥന്മാർ മുഖേന ഒരുപാട് ശ്രമം നടത്തി. ഏറ്റവും അവസാനം മധ്യസ്ഥ ശ്രമം നടത്തി ആരെന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാധാരണക്കാരനല്ല, ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പാരമ്പര്യമുള്ള മനുഷ്യനാണ്. മറ്റൊന്ന് വഹാന സയ്യിദ് മുഹമ്മദ് ജിഫ്രി പുത്തുക്കോയ തങ്ങൾ, മറ്റൊന്ന് പ്രൊഫസർ K ആലിക്കുട്ടി ഉസ്താദ്, കൊയ്യോട് ഉസ്താദ്. ഇങ്ങനെ 5-6 പേര് കോഴിക്കോട് ഹോട്ടലിൽ, കൊണ്ടോട്ടി ഹോട്ടൽ, ഇതൊക്കെ ഹോട്ടലിൽ എന്താ ചർച്ച നടത്തി, സ്വകാര്യ ഹോട്ടലുകളിൽ. ഈ അപ്പം തന്നെ ചാനലുകാർ പുറത്ത് കൊളാക്കാൻ നടക്കേണ്ടത് വിചാരിച്ചിട്ട് സ്വകാര്യ ചർച്ചകൾ നടത്തി, ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ട് 9 തീരുമാനം ഉണ്ടാക്കി അവർ ഐക്യകണ്ഠേന. ഈ 9 തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് പറഞ്ഞു, ഇത് ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെയായിരുന്നു, ഇനി 9 തീരുമാനങ്ങൾ CIC-ക്കാർ അംഗീകരിച്ച് സമസ്ത കത്ത് തരികയാണെങ്കിൽ പിന്നെ സമസ്തയുടെ ഭാഗത്ത് പ്രശ്നമുണ്ട്, അപ്പോൾ തീരണം എന്നാകും. ഉസ്താദ് നമുക്കൊരു വാശില്ല, ഇയാൾ അംഗീകരിച്ചാൽ ഒരു കുഴപ്പമില്ല, അംഗീകരിച്ച് നടപ്പാൻ നമുക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ചു, തീർന്നു പറഞ്ഞു. രണ്ടാമത് നിർത്തി. രണ്ടാമത് ഈ 9 കാര്യം ഇനിയും ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്, മാത്രം സാദിഖ് ശിഹാബ് തങ്ങൾ പ്രസിഡന്റാണ്. ഈ നമ്മളൊക്കെ കൂടി എടുത്തൊരു തീരുമാനം ഇനി ഇവർ അംഗീകരിക്കില്ല എങ്കിൽ, 9 തീരുമാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിഖ് ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞ് തീരുമാനമാക്കി പിരിഞ്ഞു. ഈ 9 കാര്യം സമസ്തൻ്റെ മുഷാവർ അംഗീകരിച്ചു. ഇവർ കത്ത് കൊടുത്തു. കത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു? 9 ഞങ്ങൾ അംഗീകരിച്ചു പത്രത്തിൽ കൊടുത്തു. നമ്മൾക്ക് സന്തോഷമായി. അതെപ്പോഴാന്നോ? നമ്മൾ ബാംഗ്ലൂർ സമ്മേളനത്തിൽ തൊട്ടുമുമ്പ്, സമസ്തൻ്റെ സമ്മേളനത്തിൽ തൊട്ടുമുമ്പ്. അങ്ങനെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ ഇവർക്കെതിരെ എല്ലാ നടപടി പിൻവലിച്ച് ഐക്യത്തിൻ്റെ ഒരു മാർഗത്തിലേക്ക് പോകുകയാണെന്നുള്ള സന്തോഷത്തുണ്ടിലായി നിൽക്കുന്ന സമയത്ത് സമസ്തയുടെ സബ് കമ്മിറ്റി ചേർന്നു. ഇത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ 7 ആൾക്കാരെ ചുമതലപ്പെടുത്തി സമസ്തയിൽ നിന്ന്. വാക്കോട് ഉസ്താദിൽ മെമ്പറാണ്. അങ്ങനെ നമ്മൾ കത്തിലെന്തൊക്കെയാണ് വായിച്ച് പൊട്ടിച്ച് നോക്കാൻ നമുക്ക് തീരുമാനം ഉണ്ടാക്കാനുള്ള പൊട്ടിച്ച് വായിച്ച് നോക്കുമ്പോൾ 9 നെഗറ്റീവായിട്ട് എഴുതിയിരുന്നു. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? നിങ്ങൾ ആലോചിച്ച് നമുക്കൊക്കെയാണ് ദേഷ്യം വരും. ഈ 9 കാര്യം ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല. 9 വരെ ഇങ്ങനെ ഇവരെ ഭാഗം വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ടാക്കിയിട്ട് വേറെ മാറ്റി എഴുതിയേക്കാം. ഒക്കെ മാറ്റി എഴുതി. ഉദാഹരണം 1 ഞാൻ പറയാം. 1, CIC-യും വാഫിയ സംവിധാനവും പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തേണ്ടതാണ്. ഒരു സിമ്പിൾ തീരുമാനം. സമസ്തൻ്റെ ഉപദേശ നിർദ്ദേശം സ്വീകരിച്ച് പോകട്ടെ സമസ്തൻ്റെ സ്ഥാപനങ്ങൾ. അതവർ മാറ്റി എഴുതിയിട്ട് വാഫിയ സംവിധാനവും CIC-യും പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ താല്പര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകും. ഇത് സമസ്തൻ അംഗീകരിക്കില്ല. എന്തംഗീകരിക്കും? സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കും. ഇങ്ങനെ 9 മാറ്റി എഴുതി. ഉസ്താദ്മാരെ കൂട്ടി വെച്ചു. നമുക്ക് തൽക്കാലം തീരൂല. ആ വെച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി. പിന്നെ ഇവരെങ്ങനെയെങ്കിലും കുഞ്ഞാലി ഉസ്താദും സാദിഖും ഉസ്താദ്മാർ കൂടി ഒരു ചർച്ചയും ചെയ്ത് തീരോ നോക്കുക. ഗത്യന്തരമില്ലായിട്ടായി കഴിഞ്ഞ മുഷാവറ അവർക്ക് തീരുമാനത്തിൽ. ഇനി 9 തീരുമാനങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കുന്നവരെ അവരൊരു ബന്ധമെല്ലാം തീരുമാനിച്ചത്. ഇതിൽ സമസ്തന് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഉസ്താദ്മാരെ കുറ്റം പറയാൻ പറ്റുമോ? നിർവാഹലായിട്ടല്ലേ ചെയ്തത്. എൻ്റെ സഹോദരന്മാരെ, ഇനി അതെല്ലാം ഒരു പോണമാതിരി പൊയ്ക്കോട്ടെ എന്ന് വെച്ചാൽ എന്താ ഉസ്താദ്മാർ സമ്മതിക്കാത്തത്? ഒരു പ്രശ്നം നമ്മൾ വിചാരിച്ച പോലെയല്ല അവർ. കാരണം ഇവരിങ്ങനെ വാശി പിടിച്ചിരിക്കണം. ഇവരുടെ ആശയം പൂർണ്ണമായും സമസ്തയുടെ ആശയമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ രൂപീകരിക്കപ്പെട്ടത്, ആ രൂപീകരണ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഇവരെ പ്രയാണം. നിങ്ങൾക്കറിയുമോ, ഈ കാളികാവ് PG ക്യാമ്പസ് ഇവിടെയാണ്. കാളികാവ് വാഫിൻ്റെ PG കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് കാളികാവിൽ അടക്കാക്കൊണ്ടില്ല. ബാപ്പു ഹാജി കൊടുത്ത നല്ല സ്ഥാപനത്തിൽ. അവിടെ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഒരു അധ്യാപകൻ, പ്രധാന ഉസ്താദ് രാജിവെച്ച് പോയത്. രാജിവെച്ച് പോയിട്ട് ഉസ്താദ് എവിടെ പിന്നെ ചേർന്നതോ? ആലുവ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കോളേജിലെ ഫിഖ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട്. അപ്പോൾ ഈ ഉസ്താദ് ആരായിരുന്നു? ജമാഅത്ത് ആശയം ഉൾക്കൊള്ളുന്ന ആളായിരുന്നു. ഇത് ഒറ്റപ്പെട്ട കേസല്ല. ഇമ്മാതിരി കേസുകൾ ഒരു സ്ഥാപനങ്ങൾ നിറയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മുടെ വയനാട്ടിലെ വഫിയ കോളേജിലെ ഒരു ഉസ്താദ് ഫേസ്ബുക്കിൽ എഴുതി, വെള്ളിയാഴ്ച ജുമാൻ്റെ ഖുത്ബൻ്റെ കാലത്തിന് സുന്നി മുജാഹിദ് തർക്കിക്കുന്നത് ശരിയല്ല. അത് നമ്മൾ സുന്നികൾ ഒന്നുകൂടി മാറ്റം വരുത്തണം. ആ മിമ്പർ കയറിയിട്ട് മലയാളത്തിൽ നല്ല 2 പ്രസംഗം, പിന്നെ അറബിയിൽ 1-2 വാക്ക് പറഞ്ഞ അവസാനം ഒപ്പിച്ചാൽ തൽക്കാലം ശരിയാവും. എന്നാൽ പിന്നെ തർക്കം ഒഴിവാക്കാലോ.
ഞാൻ തമാശ പറയില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയതാണ്. എന്താണ് ഒരു സ്വഭാവ രീതി? വളഞ്ചേരി മർക്കസ് ദർവത്തുൽ ഇസ്ലാമിൻ്റെ വാഫി കോളേജിൽ കാലങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹക്കീം ഫൈസിയുടെ അസിസ്റ്റന്റ് സ്ഥിരമായി മുജാഹിദ് ജമാഅത്ത് സമ്മേളനത്തിൽ പോകും. എങ്ങനെ പോകാതെക്കും? ഹക്കീം ഫൈസ് ഇന്നലെ പോയത് നിങ്ങൾ കണ്ടില്ലേ? മുജാഹിദ് സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചേക്കുക. വളവന്നൂർ അൻസാർ കോളേജാണ് മുജാഹിദിന്റെ കേരളത്തിൽ അറിയപ്പെട്ട കോളേജാണ്. ആ കോളേജിലെ അവാർഡ് ദാനമൊന്നുമല്ല ചടങ്ങ്. ആ മുജാഹിദ് സമ്മേളനം, മുജാഹിദ് സകലമാന പണ്ഡിതന്മാരും പ്രസംഗിക്കുന്ന ആ പ്രഭാഷണങ്ങൾ ഒരു പ്രഭാഷണം ഹക്കീം ഫൈസിയുടേതാണ്. ഇതാണോ സമത്വ പഠിപ്പിച്ച സംസ്കാരം? നിങ്ങൾ ഗൗരവതരമായി ആലോചിച്ച് നോക്കി. മറ്റു നമ്മുടെ ചില സ്ഥാപനങ്ങളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിന്റെ കീഴ്ഘടകമുണ്ട്. ആ കീഴ്ഘടകത്തിന്റെ വനിതാ നേതാക്കൾ നമ്മുടെ ചില സ്ഥാപനം ഒന്ന് ക്ലാസ് എടുക്കുക പെൺകുട്ടികൾക്ക്, എന്നിട്ട് നമ്പർ എടുക്കുക, എന്നിട്ട് ചാറ്റിംഗ് നടത്തുക. കുട്ടികൾ വഴിതെറ്റി പോകും പറയാൻ സംശയമുണ്ടോ? ഈ ഒരു പ്രവണത, കാരണം ജമാഅത്ത് മുജാഹിദ് ഇവിടെ ബിദഈ സംഘടനകളുമായി വിട്ടു നിൽക്കണമെന്ന സമസ്ത കേരള ജമാഅത്ത് പ്രഖ്യാപിത നിലപാടിന് എതിരെയുള്ളൊരു സംസ്കാരം കുട്ടികൾ ആ സംസ്കാരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് സമസ്തയെ അടിയോടെ നശിപ്പിക്കുന്ന വെഞ്ചതിലര. സാധാ ചെതറാണ് പുറത്തുനിന്ന് കാണാൻ കഴിയും, ഇത് ഉള്ളുകൂടെ കാരണം ചെതറാ വെഞ്ചതിൽ ഇപ്പോൾ ഇങ്ങോട്ട് വീഴുമ്പോഴേ നമ്മൾ കാണുള്ള ആ മരം വെഞ്ചതിലേനും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ തീവ്രവാദ സംഘടനയാണ് ഇഖ്വാൻ മുസ്ലിം ബ്രദർഹുഡ്. അവരുടെ പുസ്തകങ്ങൾ സിലബസിൽ കൊണ്ടുവരിക. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആശയം പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഫിഖ്ഹുൽ മുയസ്സർ. അത് സിലബസിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ തരത്തിൽ ആശയാദർശം ക്ലാസ്സുകളുടെ കുത്തിവെച്ചു കൊടുക്കുക. ഈ അപകടകരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ തിരുത്താൻ സമസ്ത ശ്രമിച്ചു. ഒരു നിലക്കും വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ തിരുത്തുന്നത് വരെ മാറ്റിവെച്ചു. ഇതാണ് സമസ്തയത്. അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ പേരിൽ അത് മുസ്ലിം ലീഗിനോട് എതിരാണ്, പാണക്കാട് തങ്ങന്മാർക്ക് എതിരാണ്. ഈ നമ്പർ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാർ. സൈബർ മേഖലയിൽ പൈസ വാങ്ങി, ശമ്പളം വാങ്ങി നിരന്തരം തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ സത്താർ സൂചിപ്പിച്ചല്ലോ, ഒരു കാലത്തും മുസ്ലിം ലീഗിനെതിരായിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു കാലത്തും എതിരായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തേക്കാൾ, ഈ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ, ഈ തബ്ലീഗ് ജമാഅത്തിനേക്കാൾ, മറ്റു ബിദഈ പ്രസ്ഥാനക്കാരെക്കാൾ പാണക്കാട് തങ്ങന്മാരെയും മറ്റു സാദാത്തുകളെയും അതിരറ്റ് ബഹുമാനിക്കുന്ന ഒരു വിഭാഗം, അതിരറ്റ് ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം സമസ്ത കേരള ജംഇയ്യത്തുൽ അതിന്റെ പ്രവർത്തകന്മാരും മാത്രമാണ് എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പൊന്നർജന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ, എന്ത് പ്രതിസന്ധികൾ വന്നാലും ശരി, നമ്മൾ ആരെയും എതിർക്കാനില്ല. മുസ്ലിം ലീഗ് നമ്മുടെ മഹാഭൂരിപക്ഷത്തിന് സംഘടനയാണ്. പാണക്കാട് തങ്ങന്മാർ നല്ലൊരു കുടുംബമാണ്. ആ കുടുംബത്തെ വളരെ ബഹുമാനിക്കുന്ന ആളുകളാണ് നമ്മൾ. അവരൊന്നും നമ്മൾ എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ആളുകൾ ഇത്തരം ചില ദുഷ്ശക്തികളാണ്. നമുക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. പക്ഷെ നമുക്കൊരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. സമസ്തയുടെ സുന്ദരമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, ആ ആദർശത്തിൽ കത്തിവെക്കാൻ CICയുടെ ലേബിളിൽ ഈ വിദഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉള്ളിൽ നുഴഞ്ഞു കയറി ശ്രമിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തടയിടുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ കോംപ്രമൈസുമില്ല.